സുഹൃത്തുക്കളെ, ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. മൺമറഞ്ഞു പോയ എൻ്റെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളായ കുറേ ഏറെ അധ്യാപകരെയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വഴിതെളിയിച്ച ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ അധ്യാപകരെയും ഓർമ്മിച്ചുകൊണ്ട് ഒരു പ്രശസ്ത അധ്യാപികയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. മിനി ടീച്ചർ അന്തിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഞാനുമായി ഒരു വർഷത്തെ അടുപ്പമേ ഉള്ളൂ. എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അവരുടെ മകൻ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന രജി കളത്തിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. രജിയുമായും ഫോണിൽ കൂടെയായിരുന്നു കൂടുതൽ സമ്പർക്കം. ഒരു ബന്ധം പറയാവുന്നത്, രജിയുടെ ഭാര്യ പ്രസന്ന തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ തന്നെ വിദ്യാർത്ഥിനിയായിരുന്നു. പ്രസന്നയുടെ മൂത്ത സഹോദരൻ രാജേന്ദ്രൻ എൻ്റെ ക്ലാസ്മേറ്റും അതിലും മൂത്ത സഹോദരൻ സുഗതൻ എൻ്റെ അടുത്ത സുഹൃത്തും ഞങ്ങളുടെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചിരുന്ന ആളുമാണ്. അപ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ രജിയും ഞാനും കൂടി എന്തോ ഒരു ആത്മബന്ധം. ചില ആൾക്കാർ നമ്മൾ അങ്ങനെയാണല്ലോ, സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോഴും എന്തോ വളരെ കാലത്തെ പരിചയം പോലെ തോന്നും. അങ്ങനെ രജിയുമായിട്ടുള്ള ബന്ധം നേരിട്ട് കാണുമ്പോൾ അത് തുടരുന്നു. കഴിഞ്ഞ ജനുവരി 30 1974 ബാച്ചിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ബ്ലൂ സെരീൻ ഹോട്ടലിലെ ഒരു മീറ്റിങ്ങിന് പിറ്റേ ദിവസം രജിയും ഞാനും കൂടെ രജിയുടെ വീട്ടിൽ പോയി മിനി ടീച്ചറുടെ ആതിഥ്യം സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് കുറച്ചു നേരമേ കണ്ടുള്ളൂ എങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രജി ഒരു ടീച്ചറുടെ മകനാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അപ്പോൾ ഈ ടീച്ചർമാരുടെയൊക്കെ ചില മനഃശാസ്ത്രം ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, രവി എന്നെ പിന്നീട് കണ്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ രജി സ്ഥലത്തില്ലെങ്കിലും ഞാൻ പോയി വരാം, കാണാം എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ വൈകി. ആഗസ്റ്റ് 16-ാം തീയതിയാണ് അവിടെ പോകാനുള്ളൊരു അവസരം സിദ്ധിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ മിനി ടീച്ചറുടെ തന്നെ ഒരു വിദ്യാർത്ഥി മുരളി കുറ്റിക്കാട്ടും വന്നിരുന്നു. മുരളി ഈ മാത്രമല്ല, മുരളിയുടെ ഭാര്യ രമയെയും ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടീച്ചറെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ ടീച്ചറുടെ ജ്യേഷ്ഠ സഹോദരി, ജ്യേഷ്ഠൻ്റെ, അതായത് ഭർത്താവിൻ്റെ വിശ്വംഭരം വൈദ്യരുടെ മൂത്ത സഹോദരൻ്റെ ഭാര്യ അവിടെ ഉണ്ട്. അവരുടെ വിവാഹം നടന്നത്, മൂത്ത സഹോദരൻ കളത്തിൽ പ്രഭാകരൻ എന്ന അദ്ദേഹം അന്നത്തെ സിലോണിലായിരുന്നു. ഈ വല്യമ്മ സരോജിനി ജനിച്ചതും വളർന്നതും ഒക്കെ കൊളംബോയിലാണ്. കൊളംബോയിൽ വെച്ച് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വിവാഹം നടന്നത്. പിന്നീട് ചില ജീവിത പ്രാരാബ്ധങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് ഇവരൊന്നിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വല്യമ്മയും അവിടെ ഉണ്ടായിരുന്നു. ఎక్కడ ఉన్నావో బాబా ఇక్కడ రావేలా, అక్కడ ఇక్కడ ఎక్కడ ఉన్నా ఇప్పుడే రావేలా, షిరిడీపురియల్లో బాబా స్థిరముగా ఉన్నావా, పర్తిపురియల్లో బాబా పన్నగా ఉన్నావా. മറ്റുള്ള അപ്പോൾ വല്യമ്മ ഞാനും കൂടെയുള്ള ബന്ധം ഇങ്ങനെ എത്ര സ്നേഹമിശ്രണമായാണ് അവർ പെരുമാറുന്നതെന്ന് എനിക്ക് പറയാനറിയില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ, എൻ്റെ കൂടെ എൻ്റെ ഡ്രൈവർ ആയിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ വരുന്ന വിജയൻ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയൻ എൻ്റെ മകൻ്റെയും മകളുടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പല സ്ഥലത്തും ക്ഷണിക്കാൻ പോവുകയും എൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ ഒരുവിധമൊക്കെ അറിയാവുന്ന ആളാണ്. അവിടുന്ന് പോന്ന് അന്നത്തെ ദിവസം തീർന്ന് പോരുമ്പോൾ വിജയൻ എന്നോട് ചോദിച്ചു, ഈ വല്യമ്മ ആരാണ് സാറിൻ്റെ? ഞാൻ ഇങ്ങനെ ഒരു വല്യമ്മനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് കാലത്ത് തന്നെയാണ് വല്യമ്മനെ കാണുന്നുള്ളൂ. അപ്പോൾ വിജയൻ പറഞ്ഞു, എന്തൊരു സ്നേഹവും എന്തൊരു എന്താ പറയണ്ടേ അടുപ്പവുമാണ് അവർ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മിനി ടീച്ചറെ കുറിച്ച് പറഞ്ഞാൽ, മിനി ടീച്ചർ വളരെ പാരമ്പര്യം കൊണ്ട്
ടി കെ കുഞ്ഞയ്യപ്പൻ മാസ്റ്ററുടെ മകൾ, ടി കെ കുഞ്ഞയ്യപ്പൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ കൊച്ചിൻ അസംബ്ലിയിൽ പറപ്പൂക്കരയെ പ്രതിനിധീകരിച്ച MLA ആയിരുന്നു. ഭർത്താവ് മറ്റൊരു പൊതുപ്രവർത്തകൻ വിശ്വംഭരൻ വൈദ്യർ. മക്കളുടെ കാര്യം പിന്നെ പറയാനില്ല. അപ്പോൾ സ്കൂളിലെ നല്ലൊരു അധ്യാപിക എന്നതിലുപരി സ്കൂൾ ജീവിതത്തിന് ശേഷം അവർ ആദ്യത്തെ ജില്ലാ കൗൺസിൽ മെമ്പറായി മണലൂരിനെ പ്രതിനിധീകരിച്ചിരുന്നു. കൂടാതെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിട്ടൊക്കെ അവർ സേവനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ടീച്ചറ് ഇങ്ങനെ ഇത്രയൊക്കെ ആയത് പിന്നീട് അതിൽ മുകളിലേക്ക് അസംബ്ലിക്കൊക്കെ മത്സരിക്കാമായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിന് ടീച്ചർ പറഞ്ഞത്, എനിക്കിപ്പോൾ അങ്ങനെ അസംബ്ലിയിൽ മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്യാപകർക്ക് ശിഷ്യർ വളർന്നു കാണുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് എനിക്ക് അനുഭവമുള്ളതാണ്. സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ ഒക്കെ വലിയ നേട്ടങ്ങൾ മക്കൾ നേടിയാലും അതിനേക്കാളൊക്കെ സന്തോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മറ്റ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. നമ്മുടെ നേട്ടമൊന്നും അവർ നേട്ടമായിട്ട് കാണില്ല. അത് നീ പഠിച്ചു ജയിച്ചോ അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, ഇതിന് മുമ്പത്തെ ഈ അടുത്തുള്ള 2 മുൻ മന്ത്രിസഭകളിലും ടീച്ചറുടെ വിദ്യാർത്ഥികളായിരുന്ന KP രാജേന്ദ്രനും സുനിൽ കുമാറും, കൂടാതെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി K രാജനും ടീച്ചറുടെ വിദ്യാർത്ഥിയായിരുന്നു. ഇതൊക്കെ പോരെ എനിക്ക് സന്തോഷത്തിന് എന്നാണ് ടീച്ചറുടെ ചോദ്യം. ഇത് കൂടാതെ ടീച്ചർ ഒരു VIP എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു, സത്യൻ അന്തിക്കാട് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഞാനൊരു കാര്യം ടീച്ചറോട് പറഞ്ഞു, സത്യൻ അന്തിക്കാടിൻ്റെ ഭാര്യ ടീച്ചറുടെ സ്റ്റുഡൻ്റ് ആയിരുന്നോ നിമ്മി? അതായത് എൻ്റെ സ്റ്റുഡൻറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രവി എങ്ങനെയാണ് അവരറിയുന്നത്? അപ്പോൾ ഞാനൊരു എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു സന്ദർഭം, ഞാൻ തൃശ്ശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ക്ലർക്കുമാരെ നിയമിക്കുന്നതിനുള്ള ലിസ്റ്റ് അന്ന് 13-14 പേരെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഒരാളെ നിയമിക്കാനുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പോൾ അതിൽ വന്നതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു കുട്ടി. അപ്പോൾ എല്ലാവരോടും ഇത് കഴിയുമ്പോൾ പറയും നിങ്ങളെ അറിയിക്കും, അപ്പോൾ വന്നാൽ മതി. പക്ഷെ എനിക്ക് ഇവരെ നന്നായി പെർഫോം ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അവരല്പം സങ്കോചത്തോടുകൂടി പറഞ്ഞു, സാറേ ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, എനിക്ക് ഈ ജോലി വേണ്ട. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് കുപിതനാകുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ എന്തിനാ ഈ ഇൻ്റർവ്യൂവിന് വന്നേ എന്ന് ചോദിച്ചു. അല്ല, ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ അതിൻ്റെ വാലിഡിറ്റി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. എനിക്കിപ്പോൾ എൻ്റെ സ്ഥിതി അനുസരിച്ച് ഇങ്ങനെ ഒരു ജോലി ഇപ്പോൾ വേണമെന്നില്ല, പിന്നീട് വേണ്ടി വരുമോ എന്ന് അറിയുകയുമില്ല. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും എലിജിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വേറെ കുട്ടികൾക്ക് സാറ് കൊടുത്തോളൂ എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സാമ്പത്തിക സ്ഥിതി, എങ്ങനെയാണ് നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവിടെ വളരെ മടിച്ച് അവർ പറഞ്ഞു, ഞാൻ സത്യൻ അന്തിക്കാടിൻ്റെ ഭാര്യയാണ് സാറേ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം അന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇന്നത്തെ സ്ഥിതിക്കായാലും സത്യൻ അന്തിക്കാടിൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ജോലി 6 മാസത്തേക്ക് വന്ന് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എൻ്റെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇക്കാര്യം ടീച്ചർ പറയുന്ന റെജി അറിഞ്ഞിട്ട് റെജി അത് സത്യൻ അന്തിക്കാടിനെ ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം സന്തോഷപൂർവ്വം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലൊരു കാര്യം ഞാൻ ഓർത്തു വയ്ക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ എഴുതി വിവരം അറിയിച്ചു എന്ന് പറഞ്ഞു. കാരണം നിങ്ങളെയൊക്കെ അമ്മ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളും കൂടി അറിയട്ടെ എന്ന് പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അങ്ങനെ ടീച്ചറുടെ അടുത്തുനിന്ന് അവിടുന്ന് രജിരാനിയൻ്റെ ഭാര്യയൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരാളെ കൂടി കാണാൻ ഉദ്ദേശിച്ചിട്ടാണ് അന്ന് പോയിരുന്നത്. TK വാസുദേവൻ എന്ന് പറഞ്ഞ്
പഴയകാല സിനിമാ പ്രവർത്തകൻ, ഏതാണ്ട് ശോഭന പരമേശ്വരൻ നായരുടെയൊക്കെ ഒപ്പം നിർത്താവുന്ന ഒരു മനുഷ്യൻ. ചെമ്മീൻ സിനിമയിൽ രാമു കാര്യാട്ടിനെ കൂടെ സഹായിച്ചിരുന്നതാണ്. 90 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറും ഈ വല്യമ്മയും പറഞ്ഞു അവരും തയ്യാറായി വന്നു, ഞങ്ങൾക്കും കാണണം, അവരെന്തോ എന്ന ബന്ധവുമുണ്ട്. അങ്ങനെ ഈ വാസുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ ഒരു സിമ്പിൾ മനുഷ്യൻ, 90 വയസ്സൊന്നും തോന്നിക്കുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ ഒരാളിനെ നമുക്ക് കാഴ്ചയ്ക്ക് തോന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ആയി സംസാരിച്ചു തുടങ്ങി. വളരെ ഊർജ്ജസ്വലനായിട്ട് സംസാരിക്കുന്നു, വളരെ ഓർമ്മ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സരസമായിട്ട് പറഞ്ഞു, എൻ്റെ അനിയത്തി കുറച്ച് വൈകിയാണ് ഉണ്ടായത്. അപ്പോൾ ആ കുട്ടി വരുന്നത് വരെ ഏകദേശം 8 വർഷത്തോളം എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് ഞാൻ വളർന്നത്. അതിൻ്റെ ബലമാണ് ഇപ്പോഴും കാണുന്നത് എന്നാണ് അദ്ദേഹം വളരെ സരസമായിട്ട് നമ്മളോട്. അത് അദ്ദേഹത്തിനെ കണ്ടാലും തോന്നും, അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും ഓർമ്മയും സംസാര രീതിയും എല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. ശംഖു പൂജാരി ഇല്ലം തണ്ടീക്കൽ എന്നൊരു മരത്തിൻ്റെ ബോർഡാണ് അവിടെ സ്ഥാപിച്ചത്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് പുറകെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ ഫോട്ടോ ഉണ്ടാകത്ത് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്ത് വലിയ ഒരു ഷെൽഫും ഒരു ചുമരിൽ മുഴുവൻ ഫോട്ടോകൾ നിരത്തി വെച്ചിരിക്കുന്നു. എനിക്കതിൽ അത്ഭുതം തോന്നിയത് നിമായി ഘോഷിൻ്റെ ഒക്കെ പടം അങ്ങനെ നേരിട്ട് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ്. രാമുക്കാരിയായിട്ട് സേതുമാധവൻ അങ്ങനെ തുടങ്ങി സത്യൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഓരോരുത്തരെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ബന്ധങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് ഈ ഉയർന്നു വരുന്നത്. എന്നെ സംബന്ധിച്ചുള്ള എന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ആരെയും സപ്പോർട്ട് കിട്ടില്ല. എന്നാൽ എനിക്ക് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഒരു അമ്പലമുണ്ട്. അപ്പൊ കാലത്ത് അമ്പലത്തിൽ വരും, അവിടെ കുളിച്ച് അതിന്റെ ഇതൊക്കെ ചെയ്യും. മുരുകക്ഷേത്രം മുരുകൻ. അത് അപ്പൊ ഈ എന്താണെന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ഈ പിറന്നാള് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. അപ്പൊ ഞാൻ എന്റെ അമ്മോട് ചോദിച്ചത്, അമ്മ എല്ലാവർക്കും പിറന്നാളുണ്ടല്ല, എനിക്കെന്താ പിറന്നാളില്ല? അപ്പൊ അമ്മ പറഞ്ഞു, പിറന്നാളിനെന്താ പ്രത്യേകിച്ച് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് ഒന്നിട്ട് ഭക്ഷണം കഴിക്കും. അത് നീയൊന്നും അമ്പലത്തിൽ വേറെ പ്രത്യേകം കാണേണ്ട ആവശ്യം. അപ്പൊ ഇപ്പൊ എല്ലാരും 60-ാം പിറന്നാള് മറ്റുള്ള 90 പിന്നെ വിവാഹ വാർഷികം അല്ലേ? എനിക്കതൊന്നുമില്ല, ഇപ്പോഴും അന്നും ഇല്ല. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് എന്റെ ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുള്ളത്, ഈ അധിക സമയം ഭക്ഷണക്രമം പാലിച്ചില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാവുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വാസേട്ട എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊരു ദിവസം മുഴുവനായിട്ട് ഇവിടെ വന്ന് വാസേട്ടനെ കുറിച്ച് തന്നെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി വരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വിടുതൽ വാങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവിടെ മിനി ടീച്ചറോടും വല്യമ്മയോടും ചോദിച്ചപ്പോൾ അവർക്കുള്ള ഭക്ഷണം വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇവര് ഏതായാലും പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണല്ലോ, എവിടെയെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഭക്ഷണത്തിന് മാത്രമല്ല ഒരു ഔട്ടിങ് മാതിരി ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ കരുവന്തല ബ്ലൂ സെറീൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്ര ഹോട്ടലുണ്ട്. അതിൻ്റെ ചെയർമാൻ തങ്കപ്പനും MD ജയറാമും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നവർ തന്നെയാണ്. കുറച്ചൊക്കെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ആൾക്കാർ തന്നെയാണ് അതിൻ്റെ ഡയറക്ടേഴ്സ്. അങ്ങനെ ഇവരോട് പറഞ്ഞു, നമുക്കൊന്ന് അവിടെ പോയിട്ട് വരാം, ഭക്ഷണം അവിടെ പോയി കഴിക്കാമെന്ന് പറയുമ്പോൾ ടീച്ചർക്ക് ഒരു മനപ്രയാസം, അങ്ങനെ ഉടുത്ത് ഒരുങ്ങിയിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അതൊന്നും വിരോധമില്ല, അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ടീച്ചറുടെ സ്റ്റുഡൻസിൻ്റെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ അവിടെ പോയി, അവിടെ ചെന്നപ്പോൾ ജയറാം ഞങ്ങളെ സ്വീകരിക്കാനുണ്ട്. അപ്പോൾ അതിലും ഒരു രസം തോന്നിയത്, ഞാൻ അധ്യാപകരുടെ മകൻ, മുരളി മറ്റൊരു അധ്യാപികയുടെ മകൻ, ജയറാമിൻ്റെയും മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു.
അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, ടീച്ചർ ഈ പ്രായത്തിലും ഈ ഫോണിൻ്റെ ഉപയോഗത്തിലൊക്കെ വളരെ എന്നെക്കാളൊക്കെ വളരെ മുമ്പിലാണ്. ടീച്ചർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് മകന് റെജിക്ക്. അപ്പോൾ ഈ ബ്ലൂ സെറയിലിരിക്കുന്ന ഫോട്ടോ കണ്ട് റെജി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് അമ്മനെ കൊണ്ടുപോകണേ, എവിടേക്കാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എൻ്റെ കൂടെ ആണല്ലോ. അപ്പോൾ ടീച്ചർ അതിലൊക്കെ എക്സ്പെർട്ടാണ്, ഫോട്ടോ എടുക്കുന്നതിലും അത് അയക്കുന്നതിലും അതുപോലെ മെസ്സേജ് അയക്കുക കാര്യങ്ങളിലൊക്കെ ടീച്ചർ വളരെ വളരെ ഈ പ്രായത്തിലും നമ്മളെയൊക്കെ വെട്ടിക്കുന്ന സ്ഥിതിയാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞ് പിന്നീട് ലതിക വിവേകാനന്ദൻ എന്ന ഒരു സാഹിത്യകാരിയുടെ വീട്ടിൽ കൂടെ സന്ദർശിച്ച് ഞങ്ങൾ മടങ്ങി. അന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷകരവും തൃപ്തികരവുമായ ഒരു ദിവസമായിരുന്നു. കാരണം ഇത്തരം ആൾക്കാരുമായി കാണുക, സംവദിക്കുക ഒക്കെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളാണ്. ഞാനിത് തുടങ്ങിയത് സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിനാണെങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് തിരുവോണ ദിവസമാണ് ഇത് അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും തിരുവോണ ദിന ആശംസകളും എഞ്ചിനീയേഴ്സ് ഡേ ആശംസകളും നൽകുന്നു.